ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവോ 125 ആണ് വണ്ടി. നമുക്കതിൻ്റെ ഈ ഇന്നർ കവർ ഇൻഡിക്കേറ്റർ രണ്ടും ആക്സിഡൻറ്റ് വർക്കായി വന്നപ്പോൾ പൊട്ടിയതാണ്. ആക്സിഡൻ്റ് ആയപ്പോൾ വണ്ടി ഒന്ന് മറിഞ്ഞു വീണപ്പോൾ പൊട്ടിയതാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചായിരുന്നാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ആ കവർ അയച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഓൾറൗണ്ട് ഗാർഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ വരുന്ന സ്റ്റീലിൻ്റെ ഗാർഡ് ഈ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ജർക്കിങ് ഓടണ സമയത്ത് ഉണ്ടാവും കേട്ടോ. കാരണം ഇത് സ്റ്റീലിലായതുകൊണ്ട് നമുക്ക് സാധാ വെൽഡിങ്, ആർക്ക് വെൽഡിങ് നടക്കില്ല. സ്റ്റീൽ വെൽഡിങ് ആയിട്ടാണ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ജർക്കിങ് സൗണ്ട് ഫ്രണ്ടിൽ നിന്നുണ്ടാവും. പിന്നെ ഈ കവർ ഇവിടെ അത്യാവശ്യം കുറേ സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റബ്ബ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ച് ചളക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡ് ചെറുതായിട്ട് ചിളങ്ങിയിട്ടുണ്ട്. ഇതിവിടെ ചെറുതായിട്ട് ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ മറ്റേപ്പാടുള്ള ഭാഗങ്ങളൊക്കെ, അപ്പോൾ ഇന്നർ കവറിൻ്റെ അവിടെ നിന്ന് കുറേ അലൈൻമെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചിളക്ക് വന്നേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഭാഗം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അത് ലെവൽ ചെയ്യാൻ നോക്കിയാൽ മൊത്തത്തിൽ എൻ്റെ അലൈൻമെൻറ്റ് പോകും. തന്നെയല്ല നമ്മൾ പിന്നെ ആ കവർ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് അറിയൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററും ഇന്നർ കവറും മാത്രം മാറാൻ വേണ്ടിയിട്ടാണ് അയച്ചായിരുന്നത്. വേറെ നമുക്ക് സർവീസ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിലും ബോഡിയുടെ ഈ ഭാഗം ഇത്രയും ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ അഴിക്കണം. അപ്പോൾ ആ രീതിയിൽ അഴിച്ച് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്റർ കവർ ഉണ്ടല്ലോ, അത് ഈ വന്ന നമ്പർ പ്ലേറ്റ് വന്ന ഭാഗം, അതിൻ്റെ ഉള്ളിലത്തെ ലെഗ് ഒടിഞ്ഞ് വേണം. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് കറക്റ്റായിട്ട് ചേരില്ല കേട്ടോ. പക്ഷേ ഇതൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബില്ലയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.